സർക്കാരിനെ ഏതു വിധേനയും അപകീർത്തിപ്പെടുത്തുക എന്ന അജണ്ടയോടെ പ്രവർത്തിക്കുന്ന ചില മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് ഇപ്പോൾ കണക്ക് കൂട്ടലുകൾ തെറ്റുന്ന കാലമാണ്. ജനങ്ങളുടെ പ്രതികരണം തങ്ങളുടെ രാഷ്ട്രീയ നരേറ്റീവിന് അനുകൂലമാകുമെന്ന് കരുതി നടത്തിയ സർവേകൾ പോലും തിരിച്ചടിയാക്കുന്ന അവസ്ഥ. അതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് സംസ്ഥാന ബജറ്റിനെ കുറിച്ച് മനോരമ നടത്തിയ ഓൺലൈൻ പോൾ. ജനങ്ങളുടെ അഭിപ്രായം ബജറ്റിന് അനുകൂലമായതോടെ സർവേ മനോരമ നിർത്തിയിട്ട് പോയി. മനോരമയ്ക്ക് ഉദ്ദേശിച്ചത് കിട്ടിയില്ല എന്ന് ചുരുക്കം. അതോടെ പകുതിയിൽ ഉപേക്ഷിക്കേണ്ടി വന്ന സർവേ നാടകമെന്ന വിമർശനവും ശക്തമാവുകയാണ്. സംസ്ഥാന സർക്കാരിനെ ഇകഴ്ത്തി കാണിക്കാനുള്ള ലക്ഷ്യത്തോടെ നടത്തിയ മനോരമയുടെ ബജറ്റ് പോളാണ് അവർക്ക് തന്നെ തിരിച്ചടിയായി മാറിയിരിക്കുന്നത്. കേരളത്തിന്റെ സമഗ്ര വികസനവും ജനക്ഷേമവും മുൻനിർത്തി ധനമന്ത്രി KN ബാലഗോപാൽ അവതരിപ്പിച്ച ജനകീയ ബജറ്റിനെതിരെ ഒരു പൊതഭിപ്രായം സൃഷ്ടിക്കാനായിരുന്നു പോൾ എന്ന ആരോപണം ഉയരുന്നത്. ബജറ്റ് അവതരണം ആരംഭിച്ച ഉടൻ തന്നെ മികച്ചത്, ശരാശരി, മോശം എന്നിങ്ങനെ 3 ഓപ്ഷനുകളോടെയാണ് മനോരമ പോൾ പേജ് ആരംഭിച്ചത്. എന്നാൽ പ്രതീക്ഷകൾക്ക് വിപരീതമായി പോളിൽ പങ്കെടുത്തവരിൽ 89 മുതൽ 90% പേരും ബജറ്റിനെ മികച്ചെന്ന് രേഖപ്പെടുത്തി. വെറും 8% പേര് മാത്രമാണ് മോശമെന്ന് അഭിപ്രായപ്പെട്ടത്. 2 പേർ അത് 2% പേർ ശരാശരി എന്നും രേഖപ്പെടുത്തി. ജനങ്ങളുടെ പ്രതികരണം വ്യക്തമായതോടെ പോൾ ഫലം പുറത്തു വന്നതിൽ മനോരമയ്ക്ക് അസ്വസ്ഥത. തുടർന്ന് പോൾ പേജെ പിൻവലിച്ചു കളഞ്ഞു. മനോരമ പ്രതീക്ഷിച്ചതെന്തോ അത് കിട്ടിയില്ല എന്ന് ചുരുക്കം. കോൺഗ്രസിനും UDFനും ആയുധമാക്കുമെന്ന പ്രതീക്ഷയിൽ നടത്തിയ ശ്രമം പരാജയപ്പെട്ടതോടെയാണ് പോൾ മുക്കിയതെന്ന് സാമൂഹ്യ മാധ്യമങ്ങളിലും കിംവദന്തി പരന്നു. പേജ് പിൻവലിച്ചെങ്കിലും പോൾ ഫലത്തിന്റെ സ്ക്രീൻഷോട്ടുകൾ വ്യാപകമായി പ്രചരിച്ചു. മനോരമയുടെ നടപടി ജനാധിപത്യ വിരുദ്ധവും മാധ്യമ ധാർമ്മികതയ്ക്ക് വിരുദ്ധവുമാണെന്ന് ആരോപിച്ച് നിരവധി പേരാണ് പരിഹാസ കമന്റുകളുമായി രംഗത്തെത്തിയത്. ജനവിധി ഇഷ്ടമല്ലെങ്കിൽ സർവേ തന്നെ മായ്ച്ചു കളയുന്ന ഈ സമീപനം വാർത്ത സൃഷ്ടിക്കുന്ന മാധ്യമമല്ല, രാഷ്ട്രീയ നിലപാട് നടപ്പാക്കുന്ന വേദിയാണോ മനോരമ എന്ന ചോദ്യം വീണ്ടും ഉയർത്തുകയാണ്.